ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ബെറ്റ ബ്രീഡിൻ്റെ സീരീസ് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ശനിയിൽ ഞായർ വീഡിയോ വരും കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെറ്റ ബ്രീഡിങ് തന്നെയാണ്. അത് ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതല്ല, നമ്മൾ നേരത്തെ ചെയ്ത ആറ്റിമയൊന്നും ഇല്ലാതെ കുഞ്ഞുങ്ങൾ വലുതാക്കി എടുക്കാമെന്ന് പറഞ്ഞ ചെയ്ത വീഡിയോസ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് രണ്ട് മെത്തേഡിലാണ് ചെയ്തിരുന്നത്. അപ്പോൾ അത് പല പല സെക്ഷനായിട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ വീഡിയോസൊക്കെ ചാനലിൽ പല സ്ഥലത്തും സ്കാറ്റർ ചെയ്താണ് കിടക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ എല്ലാം കൂടി കോർത്തിണക്കിക്കൊണ്ട് ആദ്യം തൊട്ട് A to Z, ആദ്യം തൊട്ട് അവസാനം വരെ, അതായത് ബ്രീഡിങ് മുതൽ നമുക്ക് മെച്യൂർ ആയിട്ടുള്ള ബ്രീഡിങ് പ്രായമായതുവരെ അല്ലെങ്കിൽ നമുക്ക് വിൽക്കാൻ പ്രായമാകുന്നത് വരെയുള്ള വീഡിയോസാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കാണുക. സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ സ്കിപ്പ് ചെയ്യുന്ന സ്ഥലത്തുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് മിസ്സാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പരമാവധി സ്കിപ്പ് ചെയ്യാതെ കാണുക. ഓക്കെ, നമുക്ക് ഒരു ബെറ്റ ഫ്രൈസിന് നമുക്ക് ഫുഡൊന്നും കൊടുക്കാതെ ആർട്ടിമ മൈക്രോംസിലൊന്നും കൊടുക്കാതെ തന്നെ നമുക്ക് ഒരു ഗപ്പി ഫ്രൈസിൻ്റെ അത്ര വലുതാക്കി എടുക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ബെറ്റ ഫ്രൈസിനെ റിലീസ് ചെയ്യാനായിട്ടുള്ള ഫ്രിഡ്ജ് ബോക്സ് റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 ഫ്രിഡ്ജ് ബോക്സ് എടുത്തിട്ടുണ്ട്. 2 ഫ്രിഡ്ജ് ബോക്സ് എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ 2 പെയറിനെ ബ്രീഡ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 2 ഫ്രിഡ്ജ് ബോക്സ് എടുക്കാനുള്ള കാരണം. ഓക്കെ, അപ്പം നമുക്ക് എന്താ അടുത്ത ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് 2 ഇഞ്ചോളം നമുക്ക് മണ്ണ് നിറക്കണം. ഓക്കെ, അപ്പം നമുക്ക് മണ്ണ് നിറക്കാം. അപ്പം നമുക്ക് ഇനി ആ മണ്ണൊന്ന് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. മണ്ണിട്ട് നിറക്കാം. നമുക്ക് ഈ മണ്ണ് ഇട്ടിട്ട് ഇതൊന്ന് ഫുൾ എല്ലാത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഒരു സ്ഥലത്ത് മാത്രമായിട്ട് കൂട്ടി കിടക്കരുത്. നമുക്കൊന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് ക്ലിയർ ആക്കി എടുക്കണം. ഈ നമ്മ ഇടുന്ന മണ്ണ് വെള്ളമൊക്കെ ആയിട്ട് കുറച്ച് ദിവസം കിടക്കുന്നത് അതിനകത്ത് കുറേ സൂക്ഷ്മജീവികളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ സൂക്ഷ്മജീവികളൊക്കെ നമ്മുടെ ഫ്രൈസിനെ പെട്ടെന്ന് വലുതാക്കാണ്ട് സഹായിക്കും. ഫീഡ് ചെയ്തിട്ട് ആ സൂക്ഷ്മജീവിനൊക്കെ ഫീഡ് ചെയ്തിട്ട് നമ്മുടെ ബെറ്റ ഫ്രൈസ് പെട്ടെന്ന് വലുതാവും. ഇത് രണ്ടാമത്തെ ഫ്രിഡ്ജ് ബോക്സാണ്. രണ്ടാമത്തെ ഫ്രിഡ്ജ് ബോക്സിനും നമുക്ക് മണ്ണ് നിറക്കണം. ഇനി നമുക്ക് മണ്ണ് നിറച്ചതിന് ശേഷം ഇതിനകത്തേക്ക് ബദാം ലീഫിൻ്റെ ഇല ഇട്ട് കൊടുക്കണം. ബദാം ലീഫിൻ്റെ ഇലയിടാൻ നേരത്തെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ലോണം കരിയില പോലെ ഉണങ്ങിയിരിക്കുന്ന സാധനമായിരിക്കണം, ഇലയായിരിക്കണം. പച്ച ഇലയൊന്നും ഇടാതിരിക്കാൻ നോക്കുക. ശരിക്കും പൊടിയണ രീതിയിലുള്ള കരിയില പോലെ ഇരിക്കുന്ന ബദാം ലീഫിൻ്റെ ഇലയിടാൻ ശ്രദ്ധിക്കുക. ബദാം ലീഫ് മാത്രമല്ല, ഇനിയിപ്പോൾ ബദാം ലീഫ് ഇല്ല, പേരയുടെ ഇലയാണ് അല്ലെങ്കിൽ വാഴയുടെ ഇലയാണ് ഇടുന്നതെങ്കിൽ തന്നെയും നല്ലോണം ശരിക്ക് കരിയില പോലെ ഇരിക്കുന്ന ഇല ഇടാൻ ശ്രദ്ധിക്കുക. ഇത് കുറച്ച് ദിവസം വെള്ളത്തിൽ കിടന്ന് ഇതിനകത്ത് ഈ ഇലയെല്ലാം അഴുകിയിട്ട് ഇതിനകത്ത് നമ്മുടെ ഇൻഫോസോറിയ കൾച്ചറും ഓട്ടോമാറ്റിക്കലി കൾച്ചറും. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് വേറൊരു ഇൻഫോസോറിയ കൾച്ചർ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ വേറെ എക്സ്ട്രാ ഇൻഫോസോറിയ കൾച്ചർ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് കൊണ്ടുവന്ന് ഒഴിച്ചു കൊടുക്കണം. ഫ്രൈസിന് അത് ഫീഡ് ചെയ്യണം. അതൊക്കെ നമുക്ക് ടൈം വേസ്റ്റിംഗ് ആയിട്ടുള്ള സമയമില്ലാത്തവർക്ക് ഇത് പറ്റുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ വെള്ളത്തിൽ തന്നെ ഇലയൊക്കെ ഇട്ട് അലിയിച്ചെടുക്കുകയാണെങ്കിൽ ഇൻഫോസോറിയ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിനകത്ത് കൾച്ചറാവും. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫിഷിന് താനെ അതിന് ഫീഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ നമുക്ക് ഈ വെള്ളം ഒന്ന് ഫുള്ള് ഒരു 15 സെൻറ്റിമീറ്ററോളം നമുക്ക് നിറച്ചെടുക്കണം. ഇപ്പം നമ്മൾ 15 സെൻറ്റിമീറ്ററോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഒന്ന് വെള്ളം കലങ്ങിയിട്ടൊക്കെ ഉണ്ട്, പക്ഷേ അത് കുഴപ്പമൊന്നുമില്ല. കുറച്ച് ദിവസം കഴിയുമ്പോൾ, കുറച്ച് നേരം കഴിയുമ്പോൾ സെറ്റ് ആയിക്കോളും. പിന്നെ നമുക്ക് മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു വല വിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊതുകൊന്നും കയറാതിരിക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ വല വിരിച്ചതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കൊതുക് കയറിയിട്ട് കൊതുക് മുട്ടയിട്ട് കൊതുകുകൾ ഇഷ്ടംപോലെ ഉണ്ടായിട്ട് പറന്ന് പോകും. ഇപ്പോൾ നമുക്കത് പണിയാവും. അപ്പോൾ അതുകൊണ്ടാണ് കൊതുകുകളൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വലയിട്ട് ശരിയാക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫ്രൈസിന് റിലീസ് ചെയ്യേണ്ട ഫ്രിഡ്ജ് ബോക്സ് എല്ലാം ക്ലിയർ ആയിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കണ്ടീഷൻ ചെയ്യാൻ വെച്ച ബെറ്റ ഫിഷിനെ ബ്രീഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കണ്ടെയ്നർ റെഡിയാക്കി എടുക്കാൻ പോകണം നമ്മൾ ഇനി. അപ്പം നമ്മൾ 2 കണ്ടെയ്നർ എടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ കാര്യം എന്താണെന്ന് പറയണതാണ്, 2 ബെറ്റ ഫിഷിനെ ബ്രീഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ 2 കണ്ടെയ്നർ എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തോരം വെള്ളം നിറക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 15 സെൻറ്റിമീറ്ററോളം വെള്ളം ഇതിനകത്ത് നിറക്കണം. വെള്ളം നിറച്ചിട്ട് നമുക്ക് ഇല ഇട്ട് വെക്കണം. ഓക്കെ, നമുക്ക് ഈ 2 കണ്ടെയ്നറിലും 15 സെൻറ്റിമീറ്റർ വരെ വെള്ളം നിറക്കാം. ഇപ്പോൾ നമ്മൾ 2 കണ്ടെയ്നറിലും 15 സെൻറ്റിമീറ്റർ വെള്ളം നിറച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ബദാം ലീഫിൻ്റെ ഇല ഇട്ട് കൊടുക്കണം. ബദാം ലീഫിൻ്റെ ഇല ഒരു 3-4 ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇട്ടതിന് ശേഷം നമുക്ക് ഈ കണ്ടെയ്നർ, അതായത് ഈ ഡബ്ബ, നമുക്ക് കൊതുകൊന്നും കയറാത്ത രീതിയിൽ നെറ്റിട്ട് മൂടി വെക്കണം. ബദാം ലീഫിൻ്റെ ഇല ഇടുന്ന എന്തിനാണ് നേരത്തെ പറഞ്ഞല്ലോ, ടാങ്കിൻ്റെ അളവ് കൂടും, പിന്നെ ഇൻഫോസോറി ഉണ്ടാവും, സൂക്ഷ്മജീവികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നമ്മുടെ ബെറ്റ ഫിഷിന് ബ്രീഡിങ് ടെൻഡൻസി കൂടിയിട്ട് പെട്ടെന്ന് ബ്രീഡ് ആവാനും കുഞ്ഞുങ്ങളെ സർവൈവ് ചെയ്ത് കിട്ടാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ബദാം ലീഫിനെ ഇടുന്നത്. പിന്നെ നമുക്ക് മൂടി വെക്കണം. മൂടി വെക്കാനായിട്ട് എല്ലാം മൂലം ക്ലിയർ ആയിട്ടിരിക്കണം, അല്ലെങ്കിൽ കൊതുക് കയറാൻ സാധ്യതയുണ്ട്. നമ്മൾ ഫിഷിനെ ബ്രീഡ് ചെയ്യിപ്പിക്കാനുള്ള കണ്ടെയ്നറും നമ്മൾ കുഞ്ഞുങ്ങളെ റിലീസ് ചെയ്യാനുള്ള
ഫുഡ് ബോക്സ് ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ കണ്ടീഷനിങ്ങിൽ വെച്ചേക്കുന്ന ബെറ്റ ഫിഷ് പെയറിനെ കാണിച്ചു തരാം. മസ്റ്റാർഡ് ഗ്യാസ് ആണ്, OHM ആണ്. ഇത് ആണല്ലേ, ഇത് മെയിൽ, ഇത് ഫീമെയിൽ. ഇത് മസ്റ്റാർഡ് ഗ്യാസിൻ്റെ ക്രൗൺ ടെയിൽ ആണ്. ഇതിപ്പോൾ വെച്ചേക്കുന്നത് ക്രൗൺ ടെയിൽ ഫീമെയിലും, അതായത് മസ്റ്റാർഡ് ഗ്യാസിൻ്റെ ക്രൗൺ ടെയിൽ ഫീമെയിലും മസ്റ്റാർഡ് ഗ്യാസിൻ്റെ OHM മെയിലും ആയിട്ടാണ് ഈ പെയർ വെച്ചേക്കുന്നത്. ഇപ്പോൾ അടുത്ത പെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മസ്റ്റാർഡ് ഗ്യാസ് തന്നെയാണ്. മസ്റ്റാർഡ് ഗ്യാസിൻ്റെ OHM മെയിലും OHM ഫീമെയിലും ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഫീമെയിലിൻ്റെ വാല് നോക്കി മനസ്സിലാവും. അതിൻ്റെ ബാക്കിലത്തെ വാലിൻ്റെ നരമ്പ് ഒരെണ്ണത്തിൽ തുടങ്ങിയിട്ട് 8 എണ്ണമായിട്ട് ആണ് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് OHM ഫീമെയിലാണ്. ആ ഫീമെയിലിനൊക്കെ പറ്റിയിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം, ഫീമെയിൽ എങ്ങനെ തിരിച്ചറിയുന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ 2 പെയർസുമാണ് ഞാൻ കണ്ടീഷനിങ്ങിനായിട്ട് മാറ്റി വെച്ചിരിക്കുന്നത്. നമ്മൾ 2 മാസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് നമുക്ക് നമ്മുടെ എഗ്ഗ് ഹാച്ചായി ഇറങ്ങിയ നമ്മുടെ ഫ്രൈസിനെ, അതായത് ബെറ്റ ഫ്രൈസിനെ നമുക്ക് എങ്ങനെ എക്സ്പെൻസീവ് അല്ലാത്ത രീതിയിൽ, ഒട്ടും തന്നെ നമുക്ക് ചിലവില്ലാത്ത രീതിയിൽ നമുക്ക് എങ്ങനെ ഒരു നമ്മുടെ ഗപ്പി ഫ്രൈസിന്റെ അത്ര ആക്കി എടുക്കാം എന്നൊരു ചെറിയ വീഡിയോ ആയിരുന്നു അത്. ആ വീഡിയോ അപ്പൊ അതിന്റെ അപ്ഡേഷൻ ആയിട്ടാണ് അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ ഇടുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പല ആളുകളും 1-2 ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ അപ്ഡേഷൻ ഇടണമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇന്ന് നമ്മൾ അതിന്റെ അപ്ഡേഷനാണ്. ഏകദേശം 2 മാസത്തോളം നമ്മൾ അങ്ങനെ ഫ്രിഡ്ജ് ബോക്സിൽ നമ്മൾ അങ്ങനെ ബെറ്റ ഫ്രൈസിനെ ഇറക്കിയിട്ടിട്ട് ഗപ്പി ഫ്രൈസിന്റെ അത്രയും വലുതായി. പിന്നെ അതിനുശേഷം മൊയിനെ കൊടുത്ത് അങ്ങനത്തെ രീതിയിൽ ഏകദേശം 2 മാസം പ്രായമായ ബെറ്റ ഫ്രൈസിനെ ഞാൻ കാണിച്ചു തരാം. അപ്പൊ നമ്മൾ അന്ന് സെറ്റ് ചെയ്തത് ഈ 2 ഫ്രിഡ്ജ് ബോക്സ് ആണ്. ഈ ഫ്രിഡ്ജ് ബോക്സും ഈ ഫ്രിഡ്ജ് ബോക്സും ആണ് അന്ന് സെറ്റ് ചെയ്തത്. ഫ്രിഡ്ജ് ബോക്സിൽ നമ്മുടെ ബെറ്റ ഫ്രൈസ് ആണ്, കണ്ടില്ലേ? ഇതാണ് നമ്മുടെ ബെറ്റ ഫ്രൈസ്. നമ്മൾ ആർട്ടീമിയ, ഇൻഫോസോറ ഇതൊന്നും കൊടുക്കാതെ വലുതാക്കിയെടുത്ത ഒരു നമ്മുടെ ഗപ്പി ഫ്രൈസിന്റെ അത്ര വലുതാക്കിയെടുത്തതിന് ശേഷം ഞാൻ മൊയിനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ? പലതിനും പല വലിപ്പമുണ്ടോ. ഏറ്റവും ഇതേ പോണതൊക്കെ നല്ല വലുതായതുണ്ട്, പിന്നെ അല്ലാതെ ചെറുതുണ്ട്. പലതും പല ടൈപ്പുള്ള വലിപ്പങ്ങളാണ്. എനിക്ക് ഏകദേശം ഒരു 50% നമുക്ക് കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ബദാം ലീഫിന്റെ ഇലയൊക്കെ താഴെ കിടക്കുന്നുണ്ട്. അല്ല, അടിയിൽ നിറച്ച മണ്ണാണ്, കണ്ട മണ്ണാണ് നിറച്ച്. അപ്പം നമ്മൾ ഏകദേശം ഒരു 2 സെന്റിമീറ്ററോളം മണ്ണ് ഇട്ടിട്ട് നമ്മൾ അതിനുശേഷം ബദാം ലീഫ് ഇട്ട് വെച്ച് അതിനുശേഷം നമ്മൾ ബെറ്റ ഫ്രൈസിനെ ബെറ്റാസിനെ ബ്രീഡ് ചെയ്യിപ്പിച്ചിട്ട് ഒരു ഫ്രീസിമ്മ ആകുമ്പോഴേക്കും നമ്മൾ ഈ കുഞ്ഞുങ്ങളെ ഇറക്കി വിട്ട്, കണ്ടില്ലേ? ഇതിപ്പോൾ ഏകദേശം ഒരു 2 മാസമായ കുഞ്ഞുങ്ങളാണ്. 2 മാസം എന്ന് പറയുമ്പോൾ 2 മാസത്തിന് വലിപ്പമല്ല, കുറച്ചുകൂടി വലുതാണ് 2 മാസം എന്ന് പറയുമ്പോൾ. പക്ഷേ ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗപ്പി ഫ്രൈസിൻ്റെ അതിന് ശേഷം ഞാൻ ഫുഡ് കൊടുക്കുന്നത് കുറവായിരുന്നു. അതായത് ശരിക്കും ഒരു 3 നേരമൊക്കെ കൊടുക്കണം. എനിക്ക് തിരക്കായതുകൊണ്ട് 2 നേരം കഷ്ടി കൊടുക്കുള്ളൂ. അതായത് 1 നേരം ഉറപ്പായിട്ടും കൊടുക്കും, പക്ഷേ 2 നേരം കഷ്ടിച്ച് ഞാൻ കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഫ്രൈസിൻ്റെ വലിപ്പം കുറവാണ്. ശരിക്കും 2 മാസമായ ബെറ്റ ഫ്രൈസ് എന്ന് പറയുമ്പോൾ ഏകദേശം ഇതിൻ്റെ അത്രയൊക്കെ ഉണ്ടാവണം, കുറച്ചുകൂടി വലുതാവണം. അപ്പോൾ ഇപ്പോൾ 2 മാസം എന്ന് പറഞ്ഞാലും അത്രയും വലുപ്പമായിട്ടില്ല. അത് എൻ്റെ കെയറിങ് കുറവാണ്, ഞാൻ വളരെ ബിസിയായിരുന്നു. ഓക്കെ, നമുക്ക് ഇനി ഇതിനകത്ത് കുറച്ച് മൊയിനെ ഇട്ട് കൊടുക്കാം. മൊയിനെ തിന്ന് നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 2 കാര്യങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതിന് മുന്നേ 2 വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോസ് ഫസ്റ്റത്തെ കിട്ടിയ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബെറ്റ ഫ്രൈസിൻ്റെ കുഞ്ഞുങ്ങൾ എഗ്ഗ് അതായത് ബെറ്റ ഫിഷിൻ്റെ കുഞ്ഞുങ്ങൾ എഗ്ഗ് ഹാച്ചതിന് ശേഷം നമ്മൾ ഒരു ടാങ്കിലേക്ക്, അതായത് ഒരു ഫ്രിഡ്ജ് ബോക്സിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. ആ ഫ്രിഡ്ജ് ബോക്സ് നമ്മൾ ഒരാഴ്ച മുമ്പ് മണ്ണിട്ടിട്ട് അതിന് മുകളിൽ ബദാം ലീഫൊക്കെ ഇട്ട് അങ്ങനെ ഒരാഴ്ചത്തോളം റെഡിയാക്കി വെച്ചതിന് ശേഷമാണ് നമ്മൾ ഈ കുഞ്ഞുങ്ങളെ ഇറക്കി വിട്ടത്. അപ്പോൾ ഇങ്ങനെ ഈ കുഞ്ഞുങ്ങളെ നമുക്ക് ഇറക്കി വിടാൻ നേരത്ത് നമുക്ക് ഈ ബെറ്റ ഫിഷിൻ്റെ കുഞ്ഞുങ്ങളെ ഒരു ഗപ്പി ഫ്രൈസിൻ്റെ അത്രയും ആകുന്നത് വരെ നമുക്ക് ഫുഡൊന്നും കൊടുക്കുക, അതായത് ആർട്ടീമിയ, മൈക്രോംസ്, ഇൻഫോസോറിയ അങ്ങനെ
അന്ന് പറഞ്ഞാൽ ലൈഫ് ഫുഡ്സ് മാത്രമല്ല ഒരു ഫുഡും കൊടുക്കാതെ തന്നെ നമുക്കൊരു ഗപ്പി ഫ്രൈസിൻ്റെ അത്രയും വലുതാക്കി എടുക്കാൻ പറ്റും. അതായിരുന്നു ഫസ്റ്റത്തെ വീഡിയോ. രണ്ടാമത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇറക്കി വിട്ട കുഞ്ഞുങ്ങൾ നമുക്ക് ഗപ്പി ഫ്രൈസിൻ്റെ അത്രയും ആയ ഒരു വീഡിയോസും അതിൻ്റെ വളർച്ചയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ രണ്ട് വീഡിയോസിൻ്റെ ലാസ്റ്റ് ഭാഗമായിട്ട്, അതായത് ഇങ്ങനെ ഇറക്കി വിട്ട കുഞ്ഞുങ്ങൾ ഏറ്റവും വലുതായി ബ്രീഡിങ് പ്രായമായിട്ടുള്ള വലുപ്പത്തിലെത്തിയിട്ടുണ്ട്. ആ ബെറ്റ ഫിഷിനെ കാണിച്ചു തരാം. പിന്നെ അതിൻ്റെ ഫുഡും കാര്യങ്ങളും വലുപ്പവും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അതാണ് ഫസ്റ്റത്തെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ ഫസ്റ്റത്തെ ഭാഗം. രണ്ടാമത്തെ ഭാഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്കിൽ നമ്മൾ ഇറക്കി വിടുന്ന സമയത്ത് നമ്മൾ അന്ന് നമ്മുടെ ഫ്രിഡ്ജ് ബോക്സ് റെഡിയാക്കിയത് മണ്ണും ബദാം ലീഫൊക്കെ ഇട്ടിട്ടാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ബദാം ലീഫൊന്നും ഇല്ലാത്ത ആളുകളാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എങ്ങനെ ടാങ്ക് റെഡിയാക്കാം എന്നുള്ള വീഡിയോ ആണ് അപ്പോൾ ഇന്നത്തെ രണ്ടാമത്തെ ഭാഗം ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അധികം സമയം കളയാതെ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബെറ്റ ഫിഷുകൾ നമുക്ക് പിടിച്ച് കിട്ടിയത്. ഏകദേശം ഒരു 100 നമുക്ക് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മിനിമം 100 ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും കിട്ടും. ഇതിപ്പോൾ ഞാൻ കാണിച്ചു തരാം എല്ലാത്തിൻ്റെ വലുപ്പം. നമുക്ക് ഇതെല്ലാം ബ്രീഡ് ചെയ്യാൻ പാകത്തിനായിട്ടുണ്ട്. ഇതുണ്ടല്ലേ, കൊമ്മളൊക്കെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. ഇത് ഇങ്ങനെ നോക്കി ക്ലിയർ ആയിട്ട് കാണൂല, ഞാനൊന്ന് ഒഴിച്ച് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ബെറ്റ ഫിഷിൻ്റെ വലിപ്പം എന്ന് പറയുന്നത്. ഏകദേശം ഒരു 5-5.5 മാസത്തിൻ്റെ അടുത്താണ് ആയിട്ടുണ്ട് നമുക്ക് ഇത്രയും വലുതായി കിട്ടാനുള്ള ടൈം എന്ന് പറയുന്നത്, ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ നമ്മൾ ഗപ്പി ഫ്രൈസിൻ്റെ അത്രയും ആയതിനു ശേഷം മുതലാണ് നമ്മൾ ഫുഡ് കൊടുത്തു തുടങ്ങിയത്. അത് മൊയിനാണ് കൊടുത്തു തുടങ്ങിയത്. പിന്നെ അതിനുശേഷം കുറച്ചും കൂടി വലിപ്പം ആയതിനു ശേഷം നമ്മൾ പെല്ലറ്റ് ഫുഡും കൂടി കൊടുത്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പെല്ലറ്റ് ഫുഡ് നമ്മൾ വാങ്ങിച്ചിട്ട് പൊടിച്ച് കൊടുക്കുമായിരുന്നു. ആ പെല്ലറ്റ് ഫുഡും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോൻ്റെ അവസാനത്തിൽ കാണിച്ചു തരുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനെ നോക്കിയാൽ ക്ലിയർ ആയിട്ട് നമ്മുടെ ബെറ്റ ഫിഷിൻ്റെ വലുപ്പം കാണത്തില്ല. ഞാൻ അക്യൂറത്തിലിട്ട് ഓരോന്നിൻ്റെ വലുപ്പം കാണിച്ചു തരാം. ഇപ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഞാൻ ഇതിനകത്ത് ഒരു പെയറിനിട്ടുണ്ട്, മെയിലും ഫീമെയിലും ഇട്ടാണ്. ഇപ്പോൾ നമുക്ക് ഇത്ര ആകാനായിട്ട് 6 മാസം കഷ്ടി നമുക്ക് ആവശ്യം വന്നിട്ടുണ്ട് നമ്മൾ പറഞ്ഞ രീതിയിൽ ചെയ്യാനായിട്ട്. കണ്ടില്ലേ, 6 മാസം കൊണ്ടാണ്, 6 മാസത്തോളം എടുത്ത് നമുക്ക് 6 മാസം കഷ്ടി, നമുക്ക് റൗണ്ടാക്കി പറയണമെങ്കിൽ നമുക്ക് 6 മാസം എന്ന് പറയാം. 6 മാസം എടുത്ത് നമുക്ക് ഇത്രയും വലുതായി കിട്ടാനായിട്ട്, ബ്രീഡിങ് പ്രായമായിട്ട് ഫുൾ മെച്യൂറായിട്ട് നമുക്ക് കിട്ടാനായിട്ട്. അപ്പോൾ നമുക്ക് 1-2 ഇങ്ങനെ കണ്ടിട്ട് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടക്കാം. ഇനി നമ്മുടെ രണ്ടാമത്തെ ഭാഗത്തേക്ക് പോകാം. ഇതാണ് രണ്ടാമത്തെ ഭാഗത്തിൽ ഞാൻ റെഡിയാക്കി എടുത്തിരിക്കുന്ന നമ്മുടെ ബെറ്റ ഫ്രൈസിനെ അക്കോമഡേറ്റ് ചെയ്തിരിക്കുന്ന ടാങ്ക്. അതായത് വേറെ ഒന്നുമല്ല, ഞാൻ നേരത്തുള്ള വീഡിയോയിലും കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ കട്ടിൽ വെച്ച് ടർപ്പ അടിച്ച് ക്ലിയർ ആക്കി എടുത്ത ടാങ്കാണ്. ഇതിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ വേറൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ഇതിനകത്ത് ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. നമ്മൾ ബദാം ലീഫിന് പകരം നമ്മൾ ഇട്ടേക്കുന്ന ഇല ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിയിടാം. കണ്ടില്ലേ, നമ്മുടെ വാഴലയാണ് ഇട്ടിരിക്കുന്നത്. ബദാം ലീഫിന് പകരം നമ്മൾ വാഴല ഇട്ടിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് വേറെ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. മണ്ണിൻ്റെ ഒപ്പം നമ്മൾ കുറച്ച് ചാണകം കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. മണ്ണ് മാത്രമല്ല ഈ ടാങ്കിൽ നമ്മൾ ഇട്ടിരിക്കുന്നത്, കുറച്ച് ചാണകം കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. കുഞ്ഞുങ്ങളെ കാണാൻ പറ്റുന്നുണ്ട്. കണ്ടില്ലേ, ഇതിപ്പോൾ ഏകദേശം ഒരാഴ്ച കഷ്ടിയാവുള്ളൂ കുഞ്ഞുങ്ങളൊക്കെ ഇറക്കി വിട്ടിട്ട്. അപ്പോൾ ഇതാണ് നമ്മൾ രണ്ടാമത്തെ വീഡിയോ ഉദ്ദേശിച്ചത്. അതായത് നമ്മൾ ഞാൻ നേരത്തെ സെറ്റ് ചെയ്തിട്ടുണ്ട്, അതിന് വീഡിയോ എടുക്കാൻ പറഞ്ഞത്. അതായത് ഇതിനകത്ത് നമ്മൾ മണ്ണ് മാത്രമല്ല ഇട്ടിരിക്കുന്നത്, മണ്ണിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ചാണകം കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. അതായത് ഉണക്കച്ചാണകമാണ് ഉപയോഗിച്ചിരിക്കുന്നത്, പച്ചച്ചാണകമല്ല, ഉണങ്ങിയ ചാണകം നമ്മൾ മണ്ണിൻ്റെ ഒപ്പം മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ വിതറിയിരിക്കുന്നത് അടിയിൽ. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ബദാം ലീഫിന് പകരം നമ്മുടെ വാഴലയും കൂടി നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ വെച്ച് ഏകദേശം ഒരാഴ്ച കഴിയുമ്പോഴേക്കും നമ്മൾ ബ്രീഡ് ചെയ്യിപ്പിച്ചിട്ട് കുഞ്ഞുങ്ങളെ നമ്മൾ ഇതിനകത്തേക്ക് ഇറക്കി വിടുകയും ചെയ്യും.
അപ്പോൾ ഇങ്ങനെ ഇടാൻ നേരത്ത് നമ്മൾ ഒരു മാസമൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ഏകദേശം ഒരു ഗപ്പി ഫ്രൈസിൻ്റെ അത്രയും ആയി കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പയ്യെ ഇതിനകത്ത് നമ്മുടെ മൊയിനാസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ കയ്യിൽ. അപ്പം മൊയിന ഇട്ട് കൊടുക്കും. മൊയിന ഇട്ട് കൊടുത്ത് ഏകദേശം ഒരു ഇത്രത്തോളമൊക്കെ വലുപ്പമാകുമ്പോഴേക്കും നമ്മൾ മൊയിനേൻ്റെ ഒപ്പം തന്നെ നമ്മൾ വേറൊരു ഫുഡ് കൊടുക്കും. അതായത് കാണിച്ചു തരാം. ഇതാണ് ഫുഡ്, അതായത് ഓറുമ്പ് കറി. ഇതാണ് ഫുഡ്. നമ്മളിത് ഏകദേശം ഒരു കിലോ 50 രൂപക്കാണ് തോന്നുന്നു വാങ്ങിച്ചത്. ഇതാണ് നമ്മുടെ ഫുഡ്. ഇത് എഡിബിൾ ഫിഷിന് കൊടുക്കുന്ന ഫുഡാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, ഇത് പയ്യെ നമ്മൾ മിക്സിയിലിട്ട് പൊടിക്കും. മിക്സിയിൽ പൊടിച്ച് ഇതുപോലെ പൊടിയാക്കി എടുക്കും. കുറച്ചുകൂടി പൊടിയാനുണ്ട്. ഇതുപോലെ തരിയാക്കി എടുക്കും. നല്ലോണം പൊടിച്ചെടുക്കും. ഇതുപോലെ പൊടിച്ച് നമ്മൾ ഒരു നേരം മൊയിന് കൊടുക്കുകയാണെങ്കിൽ ഒരു നേരം ഈ ഫുഡ് കൊടുക്കും. അങ്ങനെ നമ്മൾ വലുതാക്കി എടുക്കും. പിന്നെ നമുക്ക് മൊയിനൊക്കെ വേറെ അല്ലെങ്കിൽ അല്ലെങ്കിൽ മൈക്രോവോംസ് കൊടുക്കാതിരിക്കാൻ കുഴപ്പമില്ല. അത് നമ്മുടെ കൊതുകിൻ്റെ കൂത്താടി അതൊക്കെ കൊടുക്കാം. അപ്പോൾ ഞാൻ മെയിനായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മൊയിനെ കൊടുക്കും, പിന്നെ ഈ ഫുഡ് കൊടുക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ വലുതാക്കി എടുക്കുന്നത്. കുഞ്ഞുങ്ങളെ ക്ലിയർ ആയിട്ട് കാണിക്കാൻ മറന്നല്ലോ. ശരിക്കും നോക്കിയാൽ കാണാൻ പറ്റും. അതെ കാണാം. ഒരു ചെറിയ ബ്ലാക്ക് കണ്ടില്ലേ, തീരെ ചെറുതാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ച് നോക്കിയാലേ കാണാൻ പറ്റുള്ളൂ. അതെ റൈറ്റ് സൈഡിൽ 1-2 കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ മെത്തേഡ് എന്ന് പറയുന്നത് ഒരു ഹോബി ആയിട്ട് ചെയ്യുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ആദ്യമായിട്ട് ബെറ്റ ബ്രീഡിങ് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമാണ് ഈ മെത്തേഡ് ഉപകരിക്കുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എഗ്ഗ് ഹാച്ചാകുമ്പോൾ തന്നെ ഒരു 900 കുഞ്ഞുങ്ങളൊക്കെ അതിനകത്തുണ്ടാവും. നമ്മൾ നല്ല നോക്കുകയാണെങ്കിൽ തന്നെ നമുക്കൊരു 300-400 കുഞ്ഞുങ്ങളൊക്കെ വരാൻ കിട്ടാം. പക്ഷേ ഈ രീതി ചെയ്യുകയാണെങ്കിൽ, അതായത് ആർട്ടീമിയ, മൈക്രോമോ, ഇൻഫോസോർ ഇതൊന്നും കൊടുക്കാതെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ ഈ പറഞ്ഞ മെത്തേഡ് ചെയ്യുകയാണെങ്കിൽ ഒരു 50 തൊട്ട് 150 കുഞ്ഞുങ്ങൾ വരെ, അല്ലെങ്കിൽ കൂടി 200 കുഞ്ഞുങ്ങൾ അത്ര വരെ നമുക്ക് പിടിച്ച് കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കൊമേഴ്ഷ്യലായിട്ട് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഈ മെത്തേഡ് അവർക്കൊട്ടും ചേരത്തില്ല. അവർക്കൊട്ടും എന്താ പറയുക, അവർക്കൊട്ടും മുതലാവില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊമേഴ്ഷ്യലാണെങ്കിൽ ഒരു മിനിമം ഒരു 300 ഉണ്ടെങ്കിലും വന്നാലാണ് അവർ ചെയ്യുന്നതിന് ഫലം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കൊമേഴ്ഷ്യലായിട്ട് ചെയ്യുന്ന ആൾക്ക് ഒട്ടും ഈ മെത്തേഡ് ഒരിക്കലും ശരിയാവില്ല. പുതിയതായിട്ട് ചെയ്യുന്ന ആളുകളോ അല്ലെങ്കിൽ ഒരു ഹോബിക്ക് വേണ്ടി ചെയ്യുന്ന ആളുകൾക്ക് മാത്രമാണ് ഈ മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ബ്രീഡ് ചെയ്യിപ്പിച്ചെടുത്ത് ഇരിക്കുന്ന ബെറ്റ ഫിഷിൻ്റെ കുഞ്ഞുങ്ങളെ ബോട്ടിലിംഗ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ 3 പ്രത്യേകതകളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് തന്നെ പറയാം. ഒന്നാമത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ ബോട്ടിലിംഗ് ചെയ്യാൻ പോകുന്ന കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് നമ്മുടെ ഗപ്പി ഫിഷിൻ്റെ കുഞ്ഞുങ്ങളുടെ അത്രയും ആകുന്നത് വരെ നമ്മുടെ ഈ ഫ്രൈസിന് ഫുഡൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ വലുതാക്കി എടുത്ത കുഞ്ഞുങ്ങളെയാണ് അപ്പം നമ്മൾ ഇന്ന് ബോട്ടിൽ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഗപ്പി ഫിഷിൻ്റെ കുഞ്ഞുങ്ങളുടെ അത്രയും വലുതായതിനു ശേഷം നമ്മൾ പിന്നെ ഫുഡ് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ വളർച്ച വരെ നമ്മൾ ഫുഡൊന്നും കൊടുക്കാതെ വലുതാക്കി എടുത്ത കുഞ്ഞുങ്ങളാണ് അപ്പം ഇന്ന് നമ്മൾ ബോട്ടിൽ ചെയ്യാൻ പോകുന്നത്. പിന്നെ രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ബോട്ടിൽ ചെയ്യാൻ പോകുന്ന ഫിഷ് ഏകദേശം 1 മാസം പ്രായമായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് നമ്മൾ ബോട്ടിൽ ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ കാരണങ്ങളും അതിൻ്റെ ഗുണങ്ങളും നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇനി മൂന്നാമത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇങ്ങനെ ഗപ്പി ഫ്രൈസിൻ്റെ അത്രയും വലുതാകുന്നത് വരെ ഫുഡൊന്നും കൊടുക്കാതെ വലുതാക്കി എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം നമുക്ക് എത്ര കുഞ്ഞുങ്ങൾ വരെ പിടിച്ച് കിട്ടും എന്നുള്ള ഒരു കൗണ്ടും കൂടി ഇന്നത്തെ നമ്മുടെ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ മാറ്റാൻ പോകുന്ന ബെറ്റ ഫിഷിൻ്റെ കുഞ്ഞുങ്ങൾ കിടക്കുന്ന ടാങ്കാണിത്. ഇതിനകത്ത് 1 മാസം പ്രായമായിട്ടുള്ള ബെറ്റ ഫിഷിൻ്റെ കുഞ്ഞുങ്ങളാണ് ഇതിനകത്ത് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇവിടെ ബെറ്റ ഫിഷിൻ്റെ ഈ കുഞ്ഞുങ്ങളെ മാറ്റാനായിട്ട് എടുത്തിരിക്കുന്ന കുപ്പികൾ കാണിച്ചു തരാം. ഈ കുപ്പികളിലാണ് നമ്മൾ മാറ്റാൻ പോകുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്ന കുപ്പികൾ എന്ന് പറയുന്നത് 1 ലിറ്ററിൻ്റെ കുപ്പിയാണ്. അതിൻ്റെ ഞാൻ മോൾ ഭാഗം മുറിച്ച് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു 159 കുപ്പികളാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നമുക്ക് 159 കുഞ്ഞുങ്ങൾ അതിനകത്ത് നിന്ന് കിട്ടുമോ ഇല്ലയോ എന്നും കൂടി നമ്മൾ നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചത് എറണാകുളത്തുള്ള ബ്രോഡ്വേ ആണ് വാങ്ങിച്ചത്. 8 രൂപയാണ് ഒരു കുപ്പിക്ക്. അപ്പോൾ വാങ്ങിച്ചിട്ട് ഞാൻ അതിൻ്റെ മോൾ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ബെറ്റ ഫിഷിൻ്റെ കുഞ്ഞുങ്ങളെ നമുക്ക് കോരി എടുക്കാം നമ്മുടെ ടാങ്കിൽ നിന്ന്. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഇടാനായിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്, ഒരു ഡബ്ബ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുഞ്ഞുങ്ങളെ പിടിച്ച് ഈ ഡബ്ബയിലേക്ക് എടുക്കാം. ഇത് ഞാൻ 1 മാസമായിട്ടുള്ള കുഞ്ഞുങ്ങളെ മാറ്റണം എന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
നമ്മൾ എല്ലാ കുഞ്ഞുങ്ങളും കിടക്കുന്ന സമയത്ത് നമ്മൾ തീറ്റ ഇട്ട് കൊടുക്കാൻ നേരത്ത് നമ്മൾ ഇടുന്ന സമയത്ത് ആ സ്പോട്ടിലുള്ള കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ തീറ്റ കിട്ടും. അപ്പോൾ അതിന് ചുറ്റുഭാഗം കിടക്കുന്ന, അതായത് നമ്മൾ ഇട്ട സ്ഥലത്തല്ലാത്ത വേറെ സ്ഥലത്ത് മാറി നിൽക്കുന്ന കുഞ്ഞുങ്ങൾ ഇവിടെ വരുമ്പോഴേക്കും ഇത് തിന്നാനായിട്ട് എത്തുമ്പോഴേക്കും ചിലപ്പോൾ തീർന്നു പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഫുഡ് കുറഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പം അങ്ങനെ പല കുഞ്ഞുങ്ങൾക്കും പല എമൗണ്ടിലായിരിക്കും നമ്മുടെ ഫുഡ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ബറ്റാ ഫിഷിൻ്റെ കുഞ്ഞുങ്ങളുടെ വലിപ്പം വ്യത്യാസം ഉണ്ടാവും. പലതും പല വലിപ്പത്തിലായിരിക്കും വളർന്നു വരിക. ചിലത് പെട്ടെന്ന് വലുതായിട്ടുണ്ടാവും, ചിലത് കുറച്ച് വലുതായിട്ടുണ്ടാവുള്ളൂ. അപ്പം നമ്മൾ ഈ പ്രായത്തിലെ നമ്മൾ ഒരു ബോട്ടിൽ ചെയ്ത് ഓരോന്നിനും ഓരോ സെപ്പറേറ്റ് കുപ്പികളിലാക്കുകയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഫുഡ്, എല്ലാ കുഞ്ഞുങ്ങൾക്കും കൊടുക്കുന്ന ഫുഡ് ഒരേ എമൗണ്ടിലായിരിക്കും കൊടുക്കുന്നത്. അപ്പം നമ്മൾ കൊടുക്കുന്ന ഫുഡ് ഇതിന് ഓരോന്നിനും അതിന് ആവശ്യത്തിനുള്ള ഫുഡുകൾ നമ്മൾ കൊടുക്കുന്ന സമയത്ത് തന്നെ കഴിക്കാൻ പറ്റും. അപ്പം അങ്ങനെ ഓരോന്നിനും എല്ലാ കുഞ്ഞുങ്ങൾക്കും സെയിം എമൗണ്ടിൽ നമുക്ക് ഫുഡ് കൊടുത്ത് സെയിം പ്രായത്തിൽ സെയിം വലിപ്പത്തിൽ നമുക്ക് വലുതാക്കി എടുക്കാൻ പറ്റും. പിന്നെ അത് തന്നെയല്ല, കുറച്ചുകൂടി നമുക്ക് പെട്ടെന്ന് വലിപ്പം വെക്കാനൊക്കെ നമ്മ ഇങ്ങനെ മാറ്റിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് സാധിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മ 1 മാസം ആയപ്പോഴേക്കും തന്നെ നമ്മ കുപ്പികളിലേക്ക് മാറ്റുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് 159 കുഞ്ഞുങ്ങൾ നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടുകയാണെങ്കിൽ നമ്മൾ ഈ ചെയ്ത പരിപാടി, അതായത് മുട്ട വിരിഞ്ഞ് ഇറങ്ങി കുഞ്ഞുങ്ങൾക്ക് ഫുഡൊന്നും കൊടുക്കാതെ ഗപ്പി ഫ്രൈസിൻ്റെ അത്രയും ആക്കിയെടുത്ത വർക്ക് നമുക്ക് സക്സസ്ഫുള്ളായി എന്ന് പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതുതായിട്ട് ഫാമിങ്ങിലേക്ക് വരുന്ന ആളുകൾക്ക് 159 അല്ലെങ്കിൽ 150 കുഞ്ഞുങ്ങളൊക്കെ ആദ്യം തന്നെ പിടിച്ചു കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്യാവശ്യം അവർക്ക് വളരെയധികം സന്തോഷം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ 100 ചില്ലാനും കുഞ്ഞുങ്ങൾ അവർക്ക് ബ്രീഡിങ്ങിൽ പിടിച്ചു കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിട്ട് വരുന്ന ആളുകൾക്ക് വളരെയധികം സന്തോഷമാണ്. അപ്പം നമ്മുടെ ഇത് സക്സസ്ഫുൾ ആണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും 150 കുഞ്ഞുങ്ങളെങ്കിലും നമ്മുടെ ഇപ്പം ഞാൻ എടുക്കുന്നതിൽ ഉണ്ടാവണം. 159 കുപ്പികളാണ് ഞാൻ അവിടെ മാറ്റി വെച്ചിരിക്കുന്നത് നമുക്ക് ഇടാനായിട്ട്. 159 കുഞ്ഞുങ്ങൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ 159 കുഞ്ഞുങ്ങൾ നമുക്ക് നമ്മുടെ ഈ ടാങ്കിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അത് കൂടാതെ തന്നെ ഇനിയും കുഞ്ഞുങ്ങൾ പോകുന്നുണ്ട്, ഇനിയും കുഞ്ഞുങ്ങൾ ഇതിനകത്ത് കിടക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ കുപ്പികൾ റെഡിയാക്കി എടുത്ത് 159 എണ്ണം ഉള്ളത് കൊണ്ട് നമ്മൾ 159 എണ്ണത്തിന് മാത്രമേ ഇതിനകത്ത് നിന്ന് മാറ്റുന്നുള്ളൂ. ബാക്കിയുള്ളതിനെ പിന്നെ ഞാൻ മാറ്റുന്നതാണ്. ഇപ്പം നമ്മൾ ഈ രീതിയിൽ വളർത്തിയെടുത്ത കുഞ്ഞുങ്ങൾ നമുക്കിപ്പോൾ ഏകദേശം എത്ര എണ്ണം കിട്ടുമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിടണം. മിനിമം 100 എണ്ണത്തിൽ കുറയാതെ നമുക്ക് ഉറപ്പായിട്ടും കിട്ടുന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ 100% മനസ്സിലായിട്ടുണ്ട്. അപ്പം നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ വേസ്റ്റായി പോകത്തില്ല, എല്ലാം അങ്ങനെ ചത്തു പോകത്തൊന്നുമില്ല. അപ്പോൾ ഒരു ആദ്യമായിട്ട് ചെയ്യുന്ന ആളുകൾക്ക്, ഈ ഫാമിങ്ങിലേക്ക് ആദ്യമായിട്ട് കടന്നു വന്ന ആളുകൾക്ക് വളരെയധികം ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ഇത് ചെയ്തെടുക്കാം. ഓക്കെ, ഇപ്പം ഇനി നമുക്ക് നമ്മുടെ ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയിട്ട് നമ്മുടെ കുപ്പികളിലേക്ക് റിലീസ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ കുഞ്ഞുങ്ങളെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം നമ്മൾ എല്ലാ കുഞ്ഞുങ്ങളെയും നമ്മുടെ കുപ്പികളിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും സംശയം ഉണ്ടാവും, നമുക്ക് ഈ പ്രായത്തിൽ മൊയിനെ കൊടുത്തു കഴിഞ്ഞാൽ ഇതുങ്ങൾ തിന്നോ ഇല്ല എന്നൊക്കെ. അപ്പം നമുക്ക് ഒരു പരീക്ഷണം നടത്താം. നമുക്ക് മൊയിനെ എടുത്ത് നമുക്ക് ഇതിന് ഫീഡ് ചെയ്ത് നോക്കാം, തിന്നുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. ഗൈസ് കണ്ട തിന്നുന്നത് കണ്ട, ചെറുതാണെങ്കിലും മോഴിച്ചിട്ട് തിന്നുന്നത് കണ്ടില്ലേ? അപ്പോൾ മനസ്സിലായില്ലേ ഇത്രയും ചെറിയ പ്രായത്തിൽ നമ്മുടെ മൊയിനാസിന് നമ്മുടെ ബെറ്റാ ഫിഷിൻ്റെ കുഞ്ഞുങ്ങൾ തിന്നും എന്നുള്ളത്. ഓക്കെ, നമുക്ക് മൊയിനെ എല്ലാത്തിലും ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ എല്ലാ കുട്ടികളിലും മൊയിനിട്ട് കൊടുത്തു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും ബെറ്റാ ഫിഷിൻ്റെ കുഞ്ഞുങ്ങളെ ബോട്ടിൽ ചെയ്ത് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഈ ഇരിക്കുന്നതൊക്കെ ഉണ്ടല്ലോ, ഈ ഇരിക്കുന്നതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ ടൈപ്പ് വലുതാക്കിയെടുത്ത കുഞ്ഞുങ്ങളാണ്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കുഞ്ഞുങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോ? കണ്ട, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇത്രയൊക്കെ വലുതായിട്ടുണ്ട്. 2-3 ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ ചെയ്ത കുഞ്ഞുങ്ങളെ കാണിച്ചു തരാമോന്ന്.
കണ്ടില്ലേ, ഇത്രയൊക്കെ വലുതായിട്ടുണ്ട്. ഇത് ഒരു 3 മാസമായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ കാണിക്കുന്നത്. കണ്ട, അത്യാവശ്യം വലുതായിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം വലുതായിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഒരാളും ചോദിച്ചിട്ടുണ്ടായിരുന്ന കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാമോ എന്ന്, എന്തോരായി എന്നൊക്കെ. ഇപ്പോൾ ഏകദേശം ഒരു 3 മാസമായിട്ടുണ്ട്. ഇത് നമ്മൾ വീഡിയോ നോക്കി കഴിഞ്ഞാൽ കാണാം 2 മാസമായിട്ടുണ്ട് നമ്മൾ ആ വീഡിയോ ഇട്ടിട്ട്. കണ്ട, അപ്പോൾ ഈ ഇരിക്കുന്നതെല്ലാം ആർട്ടിമിയൊന്നും ഇല്ലാതെ വലുതാക്കിയെടുത്ത കുഞ്ഞുങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ആർട്ടിമിയൊന്നും ഇല്ലാതെ വലുതാക്കിയെടുത്ത, അതായത് ഗപ്പി ഫ്രൈസിൻ്റെ അത്രയും ആർട്ടിമിയൊന്നും ഇല്ലാതെ വലുതാക്കിയെടുത്ത് പിന്നെ ഫുഡൊക്കെ കൊടുത്തു തുടങ്ങി അങ്ങനെ വലുതാക്കിയെടുത്ത കുഞ്ഞുങ്ങൾ ഇനിയും ഞാൻ കുറച്ച് 5 ഞാൻ അക്യൂറത്തിൽ കാണിച്ചു തരാം. എല്ലാത്തിനും ഇപ്പോൾ കാണിച്ചു തരുമെന്ന് വലിയ പണിയില്ല. അപ്പോൾ ജസ്റ്റ് ഒരു 3-4 ഞാൻ ഒന്ന് കാണിച്ചു തരാം അക്യൂറത്തിൽ ഇട്ടിട്ട്. അപ്പോൾ ഇതൊക്കെ പല ആളുകളും ചോദിച്ചതിൻ്റെ ആൻസറാണ്. ആർട്ടിമിയൊന്നും ഇല്ലാതെ വലുതാക്കിയ കുഞ്ഞിനെ, ഗപ്പി കുഞ്ഞുങ്ങളുടെ അത്രയും വലുതാക്കിയ കുഞ്ഞുങ്ങളെ കാണിച്ചായിരുന്നു പല ആളുകളും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആൻസറാണ് ഈ നമ്മുടെ ഈ വീഡിയോയിൽ കാണുന്നത്. ഇപ്പോൾ വീഡിയോസ് ഇപ്പോൾ എല്ലാവരും കണ്ടില്ലേ. അപ്പോൾ ആദ്യം തൊട്ട് അവസാനം വരെ എല്ലാവരും കണ്ടില്ലേ. ഇപ്പോൾ നമ്മൾ 2 മെത്തേഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം മണ്ണ് മാത്രം ഇട്ടുകൊണ്ട്, അതായത് മണ്ണും ബദാം ലീഫ് മാത്രം കൊണ്ട്. പിന്നെ രണ്ടാമത്തെന്ന് പറയുന്നത് മണ്ണും ചാണകമൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ബാക്കിയും നമ്മുടെ നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സീരീസ് അടുത്ത ആഴ്ചകൾ വരുന്നതാണ്. ശനിയിൽ ഞായർ അടുത്ത വീഡിയോ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.